welcome back to my channel. It's me, your Lebens vlog. ഇത് നമ്മൾ അടിപൊളിയായിട്ടൊരു സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് ചപ്പാത്തിക്കൊക്കെ കറിയായിട്ട് കൂട്ടാം, വേറെ ഏതെങ്കിലും ഡിഷിന് സൈഡ് ലിസ്റ്റ് ആയിട്ട് കൂട്ടാം. നിങ്ങൾക്ക് ഇത് വെറുതെ വേണം കഴിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ 6 ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാം. 3 മുട്ട പുഴുങ്ങിയത് നല്ല ഫോർക്ക് കൊണ്ട് ഉടച്ചിട്ടെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലും ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ബോൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടീൻ്റെ അതേ ബോൾസ് പോലെ തോന്നുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ കൈക്ക് ഓയിൽ തടകുന്നത് ആ ഒരു കൂട്ട് കൈക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് എല്ലാ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഈ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഈ പാത്രം തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് 3 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, നേരത്തെ നമ്മൾ പൊരിച്ച ബോൾസ് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഡിഷ് ഇപ്പോൾ വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഡിഷ് ഇവിടെ നമുക്ക് തയ്യാറായി.